ഫസ്റ്റ് ക്ലെൻസിങ്. ക്ലെൻസിങ്ങിൽ വരുന്നത് എപ്പോഴും നമുക്ക് കവർ ചെയ്യണ പാർട്ടെന്ന് വെച്ചാൽ നെക്കും ഫേസും. ഒന്നിൽ നെക്ക് ക്ലെൻസ് ചെയ്തിട്ട് ഫേസിലോട്ട് പോകണം, അല്ലെങ്കിൽ ഫേസ് കഴിഞ്ഞിട്ട് നെക്ക്. പിന്നെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ചെയ്യാനുള്ളത്. ഇപ്പം നെക്ക് കഴിഞ്ഞിട്ട് ഫേസ് വരുമ്പം ആദ്യം ചിന്ന്, നോസ്, ചീക്സ്, ഐസ്. ഓർഡർ ഇല്ല, പക്ഷെ എല്ലാ ഭാഗവും നമ്മൾ കവർ ചെയ്തിരിക്കണം. ഇപ്പം നിങ്ങളുടെ ഓരോ ഇതിൽ ചെയ്ത് പോകുമ്പം ഏതെങ്കിലും ഒരു പാർട്ട് ഇങ്ങനെ വിട്ടു പോവാതെ ശ്രദ്ധിക്കണം. എല്ലാ പാർട്ടും നമ്മൾ ക്ലെൻസ് ചെയ്യണം, മസാജ് കൊടുത്ത് ക്ലെൻസ് ചെയ്യണം. ക്ലെൻസിങ്ങിൽ ഫസ്റ്റ് മസാജ് ഇത് ഓർഡർ ഇല്ല കേട്ടോ, ഞാനത് പറഞ്ഞു. നെക്ക് റൗണ്ട് മസാജ്. ക്ലെൻസിങ് നമ്മൾ സ്പീഡിൽ ചെയ്താൽ മതി, ഇങ്ങനെ ഒരുപാട് ടൈം എടുത്ത് ചെയ്യണ്ട. എല്ലാം ഒരു 3 പ്രാവശ്യം. ആദ്യം നെക്ക് റൗണ്ട് മസാജ്, ഇതാണ് റൗണ്ട് മസാജ്. അടുത്ത് ചിൻ മസാജ്, ഇങ്ങനെയും ചെയ്യാം. ഇത് ചിന്ന് റൗണ്ട് മസാജ്. ആദ്യം നെക്ക്, പിന്നെ ചിന്ന്, അത് കഴിഞ്ഞ് ജനറൽ സ്ട്രോക്ക്. ഈ ചിന്നിൻ്റെ ഇവിടെ നമ്മൾ കൈ രണ്ടും ചേർത്ത് വെച്ചിട്ട് നോസിൻ്റെ അടുത്തുകൂടെ കൊണ്ടുവന്ന് ഫോർഹെഡിൽ പോയി ഇയറിൽ ഇവിടെ ഒരു പ്രഷർ പോയിന്റ് ഉണ്ട്. അത് നിങ്ങൾ ചെയ്ത് വരുമ്പം അത് മനസ്സിലാവും. അവിടെ ഒരു പൾസ് നമുക്കിങ്ങനെ അറിയാൻ പറ്റും. ആ പ്രഷർ പോയിന്റ് കൊണ്ട് നിർത്തണം. ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കരുത്, നിർത്തിയാൽ മതി. എന്നിട്ട് നേരെ ആ കൈ താഴോട്ട് കൊണ്ടുപോയി ലോക്ക് ചെയ്ത് വീണ്ടും 3 പ്രാവശ്യം ജനറൽ സ്ട്രോക്ക്. പിന്നെ അപ്ലിഫ്റ്റിംഗ് ഷീറ്റ്സ്. അപ്ലിഫ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എല്ലാം മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്യുന്നതാണ്. അതൊരു 3 പ്രാവശ്യം. പിന്നെ നോസ് റബ്ബ്, ഇത് ഫ്രിക്ഷൻ എന്നും പറയാം. നോസിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ക്ലീൻ ചെയ്യണമല്ലേ. അപ്പം നെക്കായി, ചിന്നായി, ചീക്സായി, നോസ്. പിന്നെ ലിപ്സിൽ തമ്പ് വെച്ചിട്ട് ഫ്രിക്ഷൻ കൊടുക്കണം. ഈ നമ്മൾ ഇങ്ങനെയൊക്കെ ഈ ചെയ്യണ ഇതിനെയാണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഫ്രിക്ഷൻ. അപ്പം നെക്ക്, ചീക്സ്, ചിന്ന്, ലിപ്പ്, നോസ് കവറായി. ഇനി ഐയും ഫോർഹെഡും ഉണ്ട്. അതിന് മുമ്പ് ജനറൽ സ്ട്രോക്ക് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാം. 3 പ്രാവശ്യം. ഇനി കണ്ണും, അടുത്ത കണ്ണിൽ റൗണ്ട് മസാജ് മാത്രം മതി. 3 പ്രാവശ്യം റൗണ്ട് മസാജ് കൊടുത്തിട്ട് ഈ പ്രഷർ പോയിന്റിൽ കൊണ്ട് നിർത്തണം. പ്രാവശ്യം ചെയ്തിട്ട് ഇവിടെ കൊണ്ട് നിർത്തണം. 1 2 3. അത് കഴിഞ്ഞ് ഐബ്രോ ജസ്റ്റ് ഐബ്രോ ലിഫ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇത് 3 പ്രാവശ്യം. ഇപ്പുറത്ത് മാറിയോ അല്ലെങ്കിൽ ഒരു സൈഡ് 3 പ്രാവശ്യം ചെയ്തിട്ട് ഇപ്പുറത്ത് ചെയ്യും. അതൊക്കെ നമ്മളെ ഇഷ്ടം. ഇനി ഫോർഹെഡ് മാത്രമാണുള്ളത്. ഫോർഹെഡിൽ റൗണ്ട് മസാജ് മതി. പിന്നെ റൊട്ടേറ്റ് ചെയ്ത് പ്രഷർ പോയിന്റിൽ കൊണ്ട് നിർത്താം. മൂന്ന് പ്രാവശ്യം. അത് കഴിഞ്ഞ് ജനറൽ സ്ട്രോക്ക്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇയർ മസാജ്. ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് താഴെ കൊണ്ടുവന്ന് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് വിടും. ഇത് ഇത്രയും ക്ലെൻസിങ്ങിന് മാത്രമുള്ള മസാജാണ്. എന്ന് വെച്ചാൽ ഇത് ക്ലെൻസിങ് എന്ന് പറയുമ്പോൾ ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സ്. അതായത് നമ്മൾ ഫേസ് വാഷ് വെച്ച് ഫേസ് ക്ലീൻ ചെയ്യില്ലേ, അതുപോലെ ക്ലയൻറ്റ് വരുമ്പം അവർ ചിലപ്പം ഈ റോഡിൽ കൂടെ വരെയില്ലേ, അപ്പോൾ പൊടിയൊക്കെ അടിച്ച് ചിലപ്പം അഴുക്കുകളൊക്കെ കാണും. അതൊന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലെൻസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരുപാട് ടൈം എടുത്ത് ചെയ്യേണ്ട കാര്യമില്ല. ഇത്രയും മസാജ് ഒരു 2-3 മിനിറ്റിനകത്ത് തീർക്കാം. എന്ന് വെച്ചാൽ അത്രയും സ്പീഡിൽ ചെയ്യാം, കുഴപ്പമില്ല. രണ്ടാമത്തെ സ്റ്റെപ്പ് എക്സ്പോളിയേഷൻ. പ്രോസസ്സിന് പറയുന്ന പേര് എക്സ്പോളിയേഷൻ എന്നാണ്. സ്ക്രബ് എന്നല്ല പറയുന്നത്, എക്സ്പോളിയേഷൻ. ആ എക്സ്പോളിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് സ്ക്രബ്. സ്ക്രബ് കണ്ടാൽ തിരിച്ചറിയാമോ? ഇല്ല. സ്ക്രബിൽ മാത്രമാണ് ഈ ഒരു തരിതരിയായിട്ടുള്ള സംഭവം. ഇതാണ്. അത് തൊട്ട് നോക്കുമ്പം അറിയാൻ പറ്റും. മിക്കതിലും എഴുതിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ തന്നെ നമ്മൾ ഇപ്പം പേരൊന്നും ഇല്ല, കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കണം. സ്ക്രബിൽ മാത്രം ഈ തരിതരി പോലെയില്ല. ശരിക്കും ഈ പ്രോസസ്സ് എക്സ്പോളിയേഷൻ ആണ് എന്നാണ് പറയുന്നത്. പ്രോഡക്റ്റ് ആണ് സ്ക്രബ്.
ഗ്രാന്യൂൾസ് കാണും. പിന്നെ ചിലതിലാണെങ്കിൽ ഒരുപാട് തരി കാണും, ചിലതിൽ തരി കുറച്ചായിരിക്കും കാണുന്നത്. പിന്നെ ഈ തരിയുടെ സൈസും വ്യത്യാസം വരും. ചിലതിൽ നല്ല ചെറുതായിരിക്കും. ഈ ഓരോന്നിൻ്റെ ഈ മാറുന്നതിനനുസരിച്ച് ഈ സ്ക്രബിൻ്റെ എഫക്റ്റും മാറും. അപ്പോൾ സ്ക്രബാണ്, അതിട്ട് ഒരുപാട് തേക്കാൻ പറ്റൂല, സ്കിന്നിൽ സ്ക്രാച്ച് വീഴും. ചിലവരൊക്കെ എടുത്തിട്ട് ഇങ്ങനെ തേക്കും. അങ്ങനെ തേച്ചുകൂടാ. സ്ക്രബ് എടുക്കുമ്പോൾ നമ്മൾ പതുക്കെ ചെയ്യണം, ഒരുപാട് പ്രഷർ കൊടുക്കാതെ പതുക്കെ. കാരണം അഥവാ ഇത് നല്ല എന്തോന്നും കട്ടിയായിട്ടുള്ളതാണെങ്കിൽ സ്കിന്ന് മുറിയും, ഇട്ടൊക്കെ ഇങ്ങനെ ഉരയ്ക്കുമ്പോഴേ. പിന്നെ സ്ക്രബ് ഒരിക്കലും കണ്ണിൽ ചെയ്യാൻ പാടില്ല. ഇതൊക്കെയാണ് സ്ക്രബ് ചെയ്യുമ്പോൾ. വേറെ ഒന്നുമില്ല, കണ്ണിൽ മാത്രം മെയിനായിട്ട് സ്ക്രബ് വെച്ച് മസാജ് കൊടുക്കരുത്. അതിൽ ആദ്യം നെക്ക് റൗണ്ട് മസാജ് മാത്രം മതി, 3 പ്രാവശ്യവും ഫുള്ള്. പക്ഷെ നെക്ക് ഫുള്ള് ഡീപ്പായിട്ട് സ്ക്രബ് ചെയ്തിരിക്കും 3 പ്രാവശ്യം. ഇങ്ങനെ എല്ലാ മസാജും മുകളിലോട്ട് വേണം ചെയ്യാൻ. 3 പ്രാവശ്യം, 3 കൂടുതൽ സ്ക്രബ്. ചിന്നിലും സ്ക്രബ് വെച്ച്. ഈ ഓരോ മസാജിനും പേരുണ്ട്, അടുത്ത് മസാജ് പറയുമ്പോൾ പറയാം. എന്നിട്ട് റൗണ്ട് മസാജ് ചെയ്യാം. ഇതിനെ ക്രിസ് ക്രോസ് എന്ന് പറയും, ക്രിസ് ക്രോസ്. പിന്നെ റൗണ്ട് മസാജ്. അത് കഴിഞ്ഞ് ലിപ്സിൽ വരുമ്പോൾ ഫ്രിക്ഷൻ. അത് കഴിഞ്ഞ് ചീക്സിൽ റൗണ്ട് മസാജ്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ജനറൽ സ്ട്രോക്ക്. ഇത് കഴിഞ്ഞിട്ടേ കൊടുക്കാവുന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പിൻ്റെ ഇടയ്ക്കും ജനറൽ സ്ട്രോക്ക് ആവുന്നില്ലല്ലോ. അത് കഴിഞ്ഞ് നോസിൽ ഇവിടെ റൗണ്ട് മസാജ്. ഈ ഭാഗത്തൊക്കെ ചിലവർക്ക് ഭയങ്കര ഡാർക്കായിട്ടൊക്കെ ഇരിക്കും. അപ്പം അവിടെ നല്ല രീതിക്ക് ഒന്നിൽ വി സ്ട്രോക്ക് കൊടുക്കുക. നോസ് എപ്പോൾ ചെയ്യുമ്പോഴും നമ്മൾ ചിന്നിൽ ഒരു കൈ കൊണ്ട് പിടിച്ചിട്ട് വേണം ചെയ്യാൻ. വി സ്ട്രോക്ക്. പിന്നെ അപ്ലിഫ്റ്റ്, നോസ് അപ്ലിഫ്റ്റ്. പിന്നെ റൗണ്ട് മസാജ്, ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് വേണമെങ്കിൽ ഫ്രിക്ഷൻ ചെയ്യാം. ഇത്രയും ഭാഗം കവർ ചെയ്തു. ഇനി ഐ ചെയ്യാൻ പറ്റൂല സ്ക്രബിൽ. ഫോർഹെഡ് റൗണ്ട് മസാജ്, ജനറൽ സ്ട്രോക്ക് കൊടുത്ത് നിർത്താം. ഇയർ മസാജ്, സ്ക്രബ് തീരും. മസാജിങ് ക്രീം അല്ലെങ്കിൽ ജെല്ല് വെച്ച് ചെയ്യും. അത് മാക്സിമം 20 മിനിറ്റ് വരെ ചെയ്യാനുള്ള മസാജ് ഉണ്ട് നമുക്ക്. ആ മസാജ് ചെയ്യുമ്പം നമ്മൾ സ്ലോ ആയിട്ടേ ചെയ്യാവും. സ്ലോ ആയിട്ട് ടൈം എടുത്ത് ചെയ്യണം. അപ്പം അവിടെ സ്പീഡ് ചെയ്യരുത്. കാരണം നമ്മൾ ശരിക്കും നല്ല രീതിയിൽ മസാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഉറങ്ങും. ആ രീതിക്ക് വേണം മസാജ് ചെയ്യാൻ. അല്ലാതെ നമ്മളെ മസാജിൽ അവർ സത്യത്തിൽ ഇത് റിലാക്സ് ചെയ്യാനൊക്കെയാണ് കൂടുതൽ പറഞ്ഞത്. ഫേഷ്യൽ ചെയ്തെന്ന് പറഞ്ഞ് സ്കിന്ന് വെളുക്കും, ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആവും, ഒരു ഗ്ലോ കിട്ടും. അല്ലാതെ ഒരിക്കലും ടോണ് മാറൂല, ഫേസിൻ്റെ കളറ് മാറൂല. അതിന് ബ്ലീച്ച് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തന്നെ ചെയ്യണം. അപ്പോൾ അവർ റിലാക്സ് ചെയ്യാനായിരിക്കും പറഞ്ഞത്. അപ്പം നിങ്ങൾ മസാജ് ചെയ്യണത് ആ രീതിയിൽ ചെയ്ത് കൊടുക്കണം. ആദ്യം കുറച്ച് മസാജ് സ്ട്രോക്സ് ഉണ്ട്, അത് മാത്രമായിട്ട് കാണിച്ചു തരാം. ഇത് ഓരോന്നിൻ്റെ ഇടയ്ക്കും നിങ്ങൾക്ക് ചെയ്യാം. ആദ്യം ജനറൽ സ്ട്രോക്ക്. എല്ലാ മസാജും 3 പ്രാവശ്യം വരും. പിന്നെ ചീക്സ് അപ്ലിഫ്റ്റിംഗ്. അടുത്ത് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ്. പിന്നെ അപ്ലിഫ്റ്റിംഗ് നാസൽ ബ്രിഡ്ജോ ടിപ്പ് ഓഫ് ദ നോസോ എന്ത് വേണമെങ്കിലും പറയും. ഇത് ഇത്രയും കോമൺ ആയിട്ടുള്ളത് പേര് പഠിച്ചു വെച്ചിരിക്കണം. അത് കഴിഞ്ഞ് സിസർ സ്ട്രോക്സ് ഉണ്ട്. സ്ട്രോക്സ് എന്ന് പറയുമ്പോൾ നമ്മളെ 2 വിരൽ 2 കയ്യിൽ ഇത് മാത്രമേ എടുക്കുള്ളൂ, വേറെ ഒരു ഫിംഗേഴ്സും എടുക്കില്ല. ചിന്നിലുണ്ട്, ചിന്നിൽ ഇങ്ങനെയായിരിക്കും ചെയ്യണം. അത് ചിന്നിൽ നിന്ന് ഇയർ വരെ. അടുത്ത് നോസിൽ ചെയ്യുമ്പോൾ ഈ 2 വിരൽ വെച്ചിട്ട് ഇങ്ങനെ, അത് ബി സ്ട്രോക്ക്. ഇത് ഇത്രയും അറിഞ്ഞു വെച്ചിരിക്കണം. ഇനി ശരിക്കും ഉള്ള മസാജ് നമ്മൾ ചെയ്യുന്ന രീതിയാണ് നോക്കണം. ഒന്നിൽ എല്ലാം പറഞ്ഞ പോലെ തന്നെ, ഒന്നിൽ നെക്ക് ഫിനിഷ് ചെയ്തിട്ട് ഫേസിലോട്ട് വരണം, അല്ലെങ്കിൽ ഫേസ് തീർന്നിട്ട് നെക്കിലോട്ട്. ഫ്ലൈ സ്ട്രോക്ക് ഓർഡർ ഇല്ല,
ഞാൻ പറയണത് ഇങ്ങനെ ആദ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് അത് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. തമ്പ് രണ്ടും അവരുടെ ബാക്ക് നെക്കിലായിരിക്കണം. അതും കൂടെ ഇവിടെ ഇട്ട് ഇങ്ങനെ ചെയ്യണം. കഴുത്തിൻ്റെ ബാക്കിൽ 2 തമ്പ് വെച്ചിട്ട് ഈ 4 വിരൽ മാത്രം ബട്ടർഫ്ലൈ പോലെ. നഖം വളർത്തുന്നത് കുഴപ്പമില്ല, അത് വച്ച് ചെയ്യാനുള്ള പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ചെയ്യും. 3 പ്രാവശ്യം നല്ല പ്രഷർ കൊടുത്ത്, എന്ന് വെച്ചാൽ അവർക്ക് വേദനിക്കരുത്, പക്ഷെ നിങ്ങൾ ചെയ്യണത് അവരെ അറിയണം. 3 പ്രാവശ്യം. ഇപ്പൊ പറഞ്ഞ് ഒരുപാടായി പോണതാണ്. 3 പ്രാവശ്യം ബട്ടർഫ്ലൈ സ്ട്രോക്ക്. 3 അതുപോലെ കൂടുതൽ ചെയ്യേണ്ട കാര്യമില്ല, കാരണം അത്രയ്ക്കുള്ള മസാജ് ഉണ്ട്. ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ്. അത് കഴിഞ്ഞ് ഷോൾഡർ പ്രസ് ചെയ്ത് കൊടുക്കണം. പ്രസ്. അത് അടുത്ത് പിഞ്ചിങ്. പിഞ്ചിങ് അവരിങ്ങനെയല്ലേ കിടക്കുന്നത്, അപ്പൊ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് ടാപ്പിംഗ് വരുമ്പം ഇത് നെക്ക്. ഒരിക്കലും നെക്കിന്റെ ഈ സെന്റർ ഭാഗത്ത് ചെയ്യരുത്, ഒന്നും പ്രഷർ കൊടുക്കരുത്, മനസ്സിലായി? സൈഡിൽ മാത്രം. അടുത്ത് നീഡിങ് ആൻഡ് നക്ലിങ്. കൈ മടക്കി വെച്ചിട്ട് ഈ കൈ ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമ്മളെ റൗണ്ട് മസാജ് ഇല്ലേ അത് തന്നെ, പക്ഷെ കൈ മടക്കി വെച്ചിട്ട് ക്ലോക്ക് ഇത് ഒരു സൈഡ് മാത്രം മതി, മുകളിലോട്ടുള്ളത്. ഇത് റൗണ്ട് മസാജ്. ഇതിൽ ഈ കൈയുടെ ഇത് കിടന്ന് റൊട്ടേറ്റ് ചെയ്യണം. മറ്റത് കൈ ഇങ്ങനെയല്ലേ ഇരിക്കണം നമ്മള്. അത് കഴിഞ്ഞ് ഫ്രിക്ഷൻ എങ്ങനെ ചെയ്യണം അതിനേക്ക്. അത് ഇവിടെ നിന്ന് ഇങ്ങനെ ചെയ്ത് ഈ സൈഡ് വരെ ചെയ്യും. ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പറയണേ. പിന്നെ എസാനൈറ്റ്, അത് ഇതിലും കൊടുക്കാം, തിരിച്ചും കൊടുക്കാം. ഒരു വിരൽ മാത്രം വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, അല്ല മൊത്തത്തിൽ കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. കൈ മടക്കിയിട്ട് ഇങ്ങനെയും കൊടുക്കാം. മസാജ് കൊടുക്കണം, അത്രയേ ഉള്ളൂ. അടുത്ത് അപ്ലിഫ്റ്റിംഗ് ഉണ്ട്, നെക്കിലും അപ്ലിഫ്റ്റിംഗ് ഉണ്ട്. അപ്ലിഫ്റ്റിംഗ് എന്ന് പറയണ എല്ലാം ഇതുപോലെ മുകളിലോട്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പുറത്ത് വരും. അതുപോലെ അവിടെ നിന്ന് തിരിച്ച് ഇവിടെ നിന്ന് വീണ്ടും പോകും. അത് കഴിഞ്ഞ് അയൺ ഔട്ട് ഉണ്ട്. അതും ബട്ടർഫ്ലൈ സ്ട്രോക്ക് ചെയ്ത പോലെ തമ്പ് ബാക്കിൽ കൊടുത്തിട്ട് ഇവിടെ നിന്ന് എത്ര സ്ട്രോക്കായി. ഇപ്പോൾ ചെസ്റ്റ് മസാജ് തന്നെ ഞാൻ ഒരു 10 എണ്ണം പറഞ്ഞു. ആദ്യം ബട്ടർഫ്ലൈ സ്ട്രോക്ക്, ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ്, അത് കഴിഞ്ഞ് പ്രസ്സിങ്, അത് കഴിഞ്ഞ് പിഞ്ചിങ്, ടാപ്പിംഗ്, നക്ലിങ്, പിന്നെ ഫ്രിക്ഷൻ. എത്ര എണ്ണം ഉണ്ടായിരുന്നെങ്കിൽ എസാനൈറ്റ്, അപ്ലിഫ്റ്റിംഗ്, അയൺ ഔട്ട്, പിന്നെ വൈബ്രേഷൻ ഉണ്ട്. അത് വേണമെന്ന് നിർബന്ധമില്ല. അത് തന്നെ ആ സംഭവം. ഇത് ജസ്റ്റ് കാണിക്കുന്നതാണ്. നെക്കിൽ കൈ ഇങ്ങനെ പൊത്തി പിടിച്ചിട്ട് ആ ഒരു വൈബ്രേഷൻ കൊടുക്കണം. നമ്മൾ കൈ ഇട്ട് ഇങ്ങനെ ആട്ടരുത്, നമ്മളെ ബോഡി വൈബ്രേറ്റ് ആകുമ്പോൾ അതിൻ്റെ കൂടെ അങ്ങനെ ഒരുപാട് പ്രസ് ചെയ്തും കൊടുക്കരുത്. ചെസ്റ്റ് മസാജ്. ഇത്രയും ക്ലിയർ ആയാം, ഓർമ്മയുണ്ട്? ഇപ്പം നമ്മൾ നെക്ക് തീർന്നല്ലോ, ഒരു 3 ജനറൽ സ്ട്രോക്ക് കൊടുക്കാം. ഈ ജനറൽ ഞാൻ ആദ്യം കുറച്ച് മസാജ് പറഞ്ഞു തന്നത്, അത് നമുക്ക് ചെയ്യാൻ, അത് വിട്ടു പോവരുത്. ഞാൻ അല്ലാതെ പഠിക്കുന്നതാണ് ഇപ്പം എടുത്തു പറയണത്. മാക്സിമം ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് പറയാൻ ശ്രമിക്കാം. ജനറൽ സ്ട്രോക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവച്ച് അങ്ങനെ കൈ താഴെ കൊണ്ടുപോയിട്ട് വേണം ചെയ്യാൻ. അല്ലാതെ നെക്ക് കഴിഞ്ഞ് ജോലൈൻ, ക്രിസ് ക്രോസ്, ഓർഡറിൽ ക്രിസ് ക്രോസ് ചെയ്യണത് ഒന്നെടുത്തതിന് ശേഷം 2 വരും. പിന്നെ നമ്മളിങ്ങനെ മടക്കി വെക്കൂലെന്നേ ഉള്ളൂ, കാരണം നമുക്ക് മടക്കി വെച്ചാൽ ഇവിടെ പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കൈ നിവർത്തി തന്നെ വർക്ക് ചെയ്യണത് 2 വിരൽ വെച്ച്. നമുക്ക് പക്ഷെ ഇങ്ങനെ മടക്കി പിടിച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് പക്ഷേ 2 വിരൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ.
ഒന്നെടുത്തതിന് ശേഷം അടുത്തത്. ഇത് ക്രിസ് ക്രോസ്. ഇനി പെൻഡുലം മോഷൻ ഉണ്ട്. അതെന്ന് വെച്ചാൽ ഇങ്ങനെ വെച്ചിട്ട് മറ്റത് നടുക്ക് നിന്നാണ് നമ്മൾ ചെയ്യണത് ക്രിസ് ക്രോസ്. ഇത് ഇവിടെ നിന്ന് ഇങ്ങ് വരെ കൊണ്ടുവരും. കൈ എടുത്ത് മാറ്റൂല. പിഞ്ചിങ് ഒക്കെ ചെയ്യുമ്പം ഈ ഇവിടെ തീരവുമല്ലോ, ഈ ഇയറിന്റെ മുകളിൽ വരെ കൊണ്ടുവന്ന് മസാജ് ചെയ്ത് ഇങ്ങനെ 3 പ്രാവശ്യം പിഞ്ചിങ് ഇയറിന്റെ ഇവിടെ വന്നിട്ട് ജോലയില് ചെയ്യാൻ വാക്കില്ല, നിർത്തിയാൽ മതി. അത് കഴിഞ്ഞ് അയൺ ഔട്ട് ഉള്ളതൊക്കെ ലാസ്റ്റ് കൊടുക്കണമായിരിക്കും നല്ലത്. കാരണം അതൊന്ന് നമ്മൾ അപ്പം അത് ലാസ്റ്റ് കൊടുക്കണമായിരിക്കും നല്ലത്. ഇങ്ങനെ ഇയറിന്റെ മുകളിൽ വരെ കൊണ്ടുപോയി തിരിച്ചിങ്ങനെ. അടുത്ത് ചിന്നി വരുമ്പം കമ്പ് വെച്ചിട്ട് റൗണ്ട് മസാജ് ഉണ്ട്. പിന്നെ ചിന്നിന്ന് ഇയറിലോട്ട് അയണിങ് പോലെ. ചിന്നിൽ വേറെ വലുതായിട്ടില്ല. അടുത്ത് പറഞ്ഞത് ലിപ്സ് ചെയ്യുമ്പോൾ മാക്സിമം ചിന്നും കൂടെ കവർ ചെയ്ത് വരും. ിലും പെൻഡുലം മോഷൻ ഉണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട്. അത് ഓരോ വിരലെടുത്ത് മാറ്റിയിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ താഴെ 3 പ്രാവശ്യം ലെഫ്റ്റും റൈറ്റും. അടുത്ത മുകളിൽ 1 2 3 4 5 6. അതായത് ഇവിടെ നിന്ന് 3 പ്രാവശ്യം ചെയ്യുകയും വേണം. അതുപോലെ ഇപ്പുറത്തുനിന്ന്. അത് ഈ സൈഡ് ഇവിടെയല്ല കൂടുതൽ റിങ്കിൾസ് ഒക്കെ വരണം. അതുകൊണ്ട് ഇവിടെ എസ് ആൻഡ് ഐ ചെറുതായിട്ട് ഇൻഡെക്സ് ഫിംഗർ വെച്ചിട്ട് അല്ലെങ്കിൽ റിംഗ് ഫിംഗർ വെച്ചിട്ട് എസ് ആൻഡ് ഐ. അടുത്ത് ഫ്രിക്ഷൻ. എനിക്ക് സ്ഥലമൊന്നും കാണുന്നില്ല. ഫ്രിക്ഷൻ. അത് കഴിഞ്ഞ് അയൺ ഔട്ട് ഉണ്ട്, അറിയാമോ? ഇതിലും ലിപ്സിലും പിഞ്ചിങ്ങും ഉണ്ട്, അയൺ ഔട്ടും ഉണ്ട്. പിഞ്ചിങ് എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രസ് ചെയ്ത് കളയരുത്. ജസ്റ്റ് ഒരു പ്രഷർ കൊടുത്ത് അടുത്ത് ഇനി ജനറൽ സ്ട്രോക്ക്. ഇത് ഇത്രയും ഓർഡറിൽ കൊടുക്കാം. നെക്ക്, ജോലൈന്, ചിന്ന്, ലിപ്സ്. അത് കഴിഞ്ഞ് നോസ് ചെയ്തിട്ട് ചീക്സിൽ പോകാനെങ്കിൽ ചീക്സ് വന്നിട്ട് നോസ്. ഇപ്പം ഞാൻ നോസ് 3 പ്രാവശ്യം ജനറൽ സ്ട്രോക്ക് കൊടുത്ത് നിർത്തി. വി സ്ട്രോക്ക് കഴിഞ്ഞിട്ട് അപ്ലിഫ്റ്റിംഗ്. ഫ്രിക്ഷൻ. ഇവിടെ മാത്രം ഇട്ട് കൊടുക്കരുത്, ഇവിടെ തന്നെ. അത് കഴിഞ്ഞിട്ട് റൗണ്ട് മസാജ്, ക്ലോക്ക് വൈസ്, ആന്റി ക്ലോക്ക് വൈസ്. പിന്നെ അവിടെ തന്നെ എസ് ആൻഡ് വേറെ ഏതെങ്കിലും ഉണ്ടോ പഠിച്ചത്? റൗണ്ട് മസാജ്, അപ്ലിഫ്റ്റിംഗ്, 2 സ്ഥലം. കപ്പിംഗ് വേറെ, വൈബ്രേഷൻ വേറെ. കപ്പിംഗ് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ജസ്റ്റ് വച്ച് പറയുമ്പോൾ നമ്മളിങ്ങനെ വെച്ചെടുക്കും. വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് തന്നെ ക്ലോസ് ചെയ്തിട്ട് കൈ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് ആ ഒരു വൈബ്രേഷൻ കൊടുക്കും. അടുത്ത് ഇതിലും പെൻഡുലം മോഷൻ ഉണ്ട്. അത് കൈ മൊത്തത്തിലാണ് ചെയ്യണം. മറ്റതിൽ നമ്മൾ 2 വിരൽ വെച്ചിട്ടില്ല, ഇതിൽ ഫുള്ള്. അടുത്ത് പിഞ്ചിങ് ഉണ്ട്, ടാപ്പിംഗ്.
ഇവിടെ അയൺ ഔട്ട് ഉണ്ട്. അയൺ ഔട്ട് കൊടുക്കുന്നത് ഇവിടെ നിന്ന് സൈഡിലോട്ട് ഒട്ടേറ്റില്ലേ? എന്നിട്ട് അയൺ ഔട്ട്. വേറെ ഏതെങ്കിലും ഉണ്ടോ? റൗണ്ട് മസാജ്, അപ്ലിഫ്റ്റിംഗ്, കപ്പിംഗ്, പെൻഡുലം, വൈബ്രേഷൻ, പിഞ്ചിങ്, ടാപ്പിംഗ്, അയൺ ഔട്ട്. 8 മസാജ് പറഞ്ഞു. ഇനി ഐസും ഫോർഹെഡ്. ആദ്യം റൗണ്ട് മസാജ് 1 2 3. അത് കഴിഞ്ഞിട്ട് നേരെ ഈ പ്രഷർ പോയിന്റിലാണ് കൊണ്ടുപോകുന്നത്. അവിടെ കുത്തരുത്, അവിടെ കൊണ്ട് നിർത്തിയാൽ അതുപോലെ 3 പ്രാവശ്യം. ഇത് റൗണ്ട് മസാജ്. എന്നിട്ട് ഐബോളിൽ കണ്ണടച്ചിട്ട് ഐലിഡിന്റെ മുകളിൽ ഇൻഡെക്സ് ഫിംഗർ വെച്ചിട്ട് ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ്, ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ്, ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ്. അയൺ ഔട്ട് ഉണ്ട്. അപ്പർ ഐലിഡിലും ഉണ്ട്, ലോവർ ഐലിഡിലും ഉണ്ട്. റിംഗ് ഫിംഗർ വെച്ചിട്ട് വേണം ചെയ്യാൻ. കൊണ്ടുവന്ന് പ്രഷർ പോയിന്റ് നിർത്താം. ഇതിപ്പോ ഇത്രയും ഒരുമിച്ച് പഠിക്കുന്ന തലയിൽ കയറൂല. എങ്കിലും ഇനി കണ്ട് വരുമ്പോ അപ്പർ ഐലിഡ്സിലും ലോവർ ഐലിഡ്സിലും ചെയ്യണം. ഇപ്പൊ ഞാൻ അപ്പറിലാണ് ചെയ്യണത്, എനിക്കറിയാം. 3 പ്രാവശ്യം. അത് കഴിഞ്ഞ് താഴെ. എസാനൈറ്റ് ഐയുടെ കോർണറിലാണ്. ഒരുപാട് പോവരുത്, എങ്കിൽ അത് പ്രഷർ പോയിന്റ് ആയിരിക്കും. ആ ഭാഗത്ത് എസാനൈറ്റ്. അയണ് അത് നമ്മൾ ഇങ്ങനെയും ചെയ്യും, അത് എല്ലാ സ്ഥലത്തും ചെയ്യും. എന്നുവെച്ചാൽ ഇവിടെ നിന്ന് ഇതിനിടയ്ക്ക് ഒരു മസാജും കൂടെ ഉണ്ട്. ലിപ്സ് ചെയ്യുമല്ലോ, അതായത് ലിപ്സിന്റെ ഇവിടെ നിന്ന് നോസിലോട്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് ആദ്യം ചെറിയ വിരല്, അടുത്ത് അതായത് സി പോലെ അത് 3 പ്രാവശ്യം ചെയ്യണം. ഈ നോസ് 1 2 3 4. ഒന്നില് ഫുൾ കൈ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യും 3 പ്രാവശ്യം. 2 പ്രഷർ പോയിന്റ് പിടിക്കണം. ഈ റൈറ്റ് കൈയാണ് എടുക്കണമെങ്കിൽ ലെഫ്റ്റ് സൈഡ് താഴെ നിന്ന് തുടങ്ങും. 3 പ്രാവശ്യം ചെയ്ത് തിരിച്ച് അവിടെ കൊണ്ടുവന്നതിനെ നിർത്താം. അടുത്ത് ഇത് ഇങ്ങനെയും ചെയ്യാം, അതിനേക്കാളും ഒരു വിരൽ വെച്ചിട്ടും ചെയ്യാം. റിംഗ് ഫിംഗർ മാത്രം വെച്ചിട്ട്. ഐസിൽ ഏകദേശം മസാജ് തീർന്നു. റൗണ്ട് മസാജ് എസ് ആൻഡ് ഐറ്റ് ഐബോളിൽ, ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് ഐബോളിൽ, അപ്പർ ഐലിഡ്, ലോവർ ഐലിഡ്, പിന്നെ എസ് ആൻഡ് ഐറ്റ് കോർണർ ഓഫ് ദ ഐസ്. വേറെ ഏത് പഠിച്ചത്? പിന്നെ ബിഗ് എസ് ആൻഡ് ഐറ്റ്, പിന്നെ സി. അത് നോസിലും ലിപ്സിലും പറഞ്ഞാണ് ഇടയ്ക്ക് ഓർമ്മ വന്നപ്പം പറഞ്ഞത്. പിന്നെ ഇനി അടുത്ത് പറഞ്ഞത് ഐബ്രോസ്. ഐബ്രോസിൽ നമ്മൾ ജോ ലൈനിൽ ചെയ്ത പോലത്തെ മസാജാണ് ഐബ്രോസിലും പറഞ്ഞത്. ആദ്യം ചെറിയ റൗണ്ട് മസാജ്, അത് ഇൻഡെക്സ് ഫിംഗർ വെച്ച് കൊടുത്താൽ മതി. പിഞ്ച്, അത് കഴിഞ്ഞ് അപ്ലിഫ്റ്റ് 2 വിരൽ വെച്ച് അതുപോലെ അത് കഴിഞ്ഞ് അയണാവും. ജനറൽ സ്ട്രോക്ക് കൊടുക്കാം. അടുത്ത് ഇങ്ങനെയും കൊടുക്കാം. ഇങ്ങനെ കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം, ഒരു ഇതുമില്ല. അടുത്ത് ഫോർഹെഡ് മസാജ്.
കൈ ഇങ്ങനെ വെച്ചാൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തോ. അടുത്ത് റോൾ പാക്കിംഗ് എന്ന് വെച്ചാൽ പ്രഷർ കൊടുക്കരുത്, ജസ്റ്റ് 3 പ്രാവശ്യം. റൗണ്ട് മസാജ് ചെയ്തില്ലല്ലോ. റൗണ്ട് മസാജ് ഇവിടെ മുകളിലോട്ടാണ് ചെയ്യുന്നത്. ചെയ്ത് വന്ന് ഇവിടെ പ്രഷർ പോയിന്റ്. അത് റൗണ്ട് മസാജ് വലുതുമുണ്ട് ചെറുതുമുണ്ട്. വലുതെന്ന് പറയുമ്പോൾ ഇതാ പ്രഷർ പോയിന്റ് കൊണ്ടുവന്ന്, ചെറുതെന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് തന്നെ ചെറുതായിട്ട് ഇങ്ങനെ കവർ ചെയ്തായിരിക്കും പോകണം. രണ്ട് ടൈപ്പ് എസാനായിട്ടുണ്ട്. ഒന്ന് വെർട്ടിക്കലായിട്ടുമുണ്ട്, ഹൊറിസോണ്ടലായിട്ടും. ഇത് വലുതായിട്ടും തിരിച്ച് നമ്മൾ ഐസിൽ ചെയ്തല്ലോ. അടുത്ത് ചെയ്ത് ഫ്രിക്ഷൻ ഇങ്ങനെയും ചെയ്യാം, അല്ലാതെ ഇങ്ങനെയും ചെയ്യാം. ഇതും ഇതാ വിഡ്ത്ത് വൈസിലും ചെയ്യാം, ലെങ്ത് വൈസിലും ചെയ്യാം. ഒന്നിൽ ഇങ്ങനെ ചെയ്യാം, രണ്ടും ചെയ്യണം. ഇത് താഴെ മുകളിൽ ഇത് നീളത്തിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ഫ്രിക്ഷൻ. ആദ്യം ഇത് 3 പ്രാവശ്യം, എല്ലാം 3 പ്രാവശ്യം. വിഡ്ത്ത് വൈസ് അയണിങ്, അത് കഴിഞ്ഞ് ലെങ്ത് വൈസ്. അത് ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും 3 മുകളിൽ, നടുക്ക്, താഴെ, അങ്ങനെ 3 സെക്ഷനായിട്ടാണ് ചെയ്യണത്. ഒന്നിൽ ഐബ്രോയോട് ചേർത്ത് 1, മിഡിലൊന്ന്, ടോപ്പിലൊന്ന്. 3 പ്രാവശ്യം. ഈ 3 സ്ഥലത്ത് 3 പ്രാവശ്യം ചെയ്യണം. ഒന്നിൽ താഴെ 3 പ്രാവശ്യം ചെയ്യുക, പിന്നെ നടുക്ക് 3 പ്രാവശ്യം ചെയ്യണം, മുകളിൽ 3 പ്രാവശ്യം. അല്ലെങ്കിൽ താഴെ, നടുക്ക്, മുകളിലാണ് ചെയ്യണം. ഹെഡിൽ ലാസ്റ്റ് പഠിച്ച് നിർത്തിയില്ല.